നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ്, വെള്ളിങ്കിരി. അപ്പൊ ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. 7 മല കയറണം. 7 മല എന്ന് പറഞ്ഞാൽ 6000 അടി ഹൈറ്റിലാണ് ലാസ്റ്റ് മലയുള്ളത്. അവിടെയാണ് പഞ്ചഭൂതങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വടിയൊക്കെ പിടിച്ച് നേരെ മേലേക്ക് 5ാമത്തെ കയറുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച നമ്മുടെ ശിരുവാണി ഡാമും അതുപോലെ കേരളത്തിന്റെ ചില ഭാഗങ്ങൾ, പശ്ചിമഘട്ടത്തിന്റെ ചില മലകളുടെ ഭാഗങ്ങളും കാണും. സൂര്യോദയം കാണാൻ ബെസ്റ്റ് ആണ്. വേറൊരു അനുഭവം തന്നെയാണ്. അവിടെ നിന്ന് കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് ടൈം ലോസിൽ വീഡിയോ ഒക്കെ എടുത്ത് അതൊരു പ്രത്യേക ഒരു ഫീൽ ആട്ടോ. അവിടുന്ന് കുറെ നേരം ഞങ്ങൾ ടൈം ലോസിലൊക്കെ ഇരുന്ന് കണ്ട് സൂര്യോദയൊക്കെ കണ്ട് നേരെ ഞങ്ങൾ മേലേക്ക് കയറി ശിവനെ ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് നേരെ പഞ്ചഭൂത പ്രതിഷ്ഠന്റെ ഇടയ്ക്ക് ഞങ്ങൾ നടന്ന് മേലേക്ക് കയറുകയാണ്. അവിടെ നിന്ന് കാണുന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഭക്തിയുടെ നിറവ് തന്നെയാണ്. ഒരു പറഞ്ഞാലും പറയാൻ പറ്റില്ല. ഇതാണ് പഞ്ചഭൂത പ്രതിഷ്ഠ. അതുപോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഫീലും അതൊരു അനുഭവം തന്നെയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ എത്തിയത് ഈശായോഗ സെന്ററിലാണ്. ഈശായോഗ സെന്ററിൽ ആദിയോഗിനി എന്ന് കാണാന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് നേരെ വിട്ടിരിക്കുന്നത് ആദിയോഗി സ്റ്റാച്യൂലേക്ക് നേരെ വണ്ടി എടുത്ത് വിട്ടത്. അവിടെ നേരെ ആദിയോഗിയും കണ്ട് പശുക്കൾക്ക് അവിടെ തീറ്റ കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ നേരെ ആദിയോഗിയുടെ സ്റ്റാച്യു പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഈശായോഗ സെന്ററിലേക്ക് ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. അതും ഒരു വേറൊരു അനുഭവം തന്നെയാട്ടോ. ഒരു നമ്മുടെ ഈ പഴമ കാലഘട്ടങ്ങൾക്കൊക്കെ പോകുന്ന രീതിയിലുള്ള അവിടെ നേരെ ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ സർപ്പവതരം, അത് കഴിഞ്ഞ് നേരെ സൂര്യകുണ്ടത്തിൽ നല്ലൊരു പളുങ്ക് പോലെ വെള്ളത്തിൽ ഒരു കുളിയൊക്കെ കുളിച്ച് ഒരു എനർജി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈശായോഗ സെന്റർ. അവിടെ നേരെ ഞങ്ങൾ നല്ല ധ്യാനലിംഗിയും ലിംഗഭൈരവിയും കാണാൻ വേണ്ടി നേരെ ഉള്ളിൽ കയറി നോക്കുന്ന സമയത്ത് അതും ഒരു അനുഭവം തന്നെയാണ്. ഒരു ഭക്തിയുടെ നിറവിൽ തന്നെ തികച്ചും പറയാൻ പറ്റിയ സ്ഥലമാണ് ഈശായോഗ സെന്റർ. ഒരു ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇടണോ അതും കണ്ടു കഴിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങിന് കയറാൻ നോക്കിയ സമയത്ത് അവിടെ നേരെ ഈശ ഷോപ്പിങ്ങിൽ കയറിയ സമയത്ത് ഒരു വ്യത്യസ്തമായ ഡ്രസ്സുകളും കാര്യങ്ങളും അതൊരു വേറൊരു അനുഭവം തന്നെയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അതുപോലെ തന്നെ അവിടെ തന്നെ ഒരുപാട് ഈശ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഷോറൂം ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു ഹോട്ടലിൽ മൂൺ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് കയറിയ സമയത്ത് സെൽഫ് സർവീസിന് നമുക്ക് ഭക്ഷണമൊക്കെ എടുത്തു. അത് നമ്മുടെ വെജിറ്റേറിയൻ കാളി സാധവും അതുപോലെ തന്നെ അടിപൊളി ചപ്പാത്തിയും അതിന്റെ കൂടെ ആ ഫിൽട്ടർ കോഫിയും അതൊരു അനുഭവം തന്നെയാണ്. എന്തായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. റോസ്റ്റ് ഒക്കെ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും നല്ലൊരു ദിവസം, അടിപൊളിയായി.